നമസ്തേ. ഇന്നലെ ഓഗസ്റ്റ് 15-ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും ഈ 78ാമത്തെ ഈ സ്വാതന്ത്ര്യ ദിനം വളരെ ഗംഭീരമായി ആഘോഷിച്ചു നമ്മളെല്ലാ ഭാരതീയരും. നരേന്ദ്രമോദിയുടെ അതിഗംഭീരമായ 90 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗങ്ങളുണ്ടായി. ആ പ്രസംഗത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങളും ഒരുപാട് സംഗതികളും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും തൊട്ടുരുമ്പിക്കൊണ്ട് എല്ലാ ഭാഗത്തുകൂടി യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ദീർഘമായ പ്രസംഗം, ഒരു 90 മിനിറ്റ് പ്രസംഗം ആണ് ഉണ്ടായത്. രസകരമായിരുന്നു. പിന്നെ ഹിന്ദിയിലായതുകൊണ്ട് നമ്മളെല്ലാവർക്കും അങ്ങോട്ട് കിട്ടി എന്ന് വരില്ല. എന്റെ സംഗതി അങ്ങനെ തന്നെ. എന്തായാലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹിന്ദി ആയതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അതിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അത് കേൾക്കാനും രസിക്കാനും പറ്റി, അറിയാനും ഒക്കെ പറ്റി. എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹം ചുറ്റുരുമ്പിക്കൊണ്ട് അങ്ങനെ പോയിരുന്നു. അപ്പൊ ഇന്ന് ഈ വീഡിയോയില് ഏറ്റവും വലിയൊരു സങ്കടമായ ഒരു സംഗതി ഉണ്ടായി. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പരാമർശിച്ച് ഒരു 2 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പാവം വളരെ വലിയ കാര്യത്തിൽ ആ ജുബയും പയ്യാമയൊക്കെ ഇട്ട് വളരെ സുന്ദരനായിക്കൊണ്ട് അവിടത്തേക്ക് കടന്നു വരുന്നത് നമ്മൾ കണ്ടു. കടന്നു വന്ന് അയാൾ വന്ന് ചുവന്ന പരവതാനിയിലൂടെ നടന്നു വന്നുകൊണ്ട് ആ പരിപാടിക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ എന്തിനാ അയാളോട് അങ്ങനെ ചെയ്തു എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ പ്രതിപക്ഷ നേതാവല്ലേ, എന്തെങ്കിലും ആവട്ടെ. 90 സീറ്റോ 45 സീറ്റോ 10-30 ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് എങ്ങനെയൊക്കെയോ ആയിട്ടൊരു 90 സീറ്റ് അയാൾ ഉണ്ടാക്കി. 543 ഒരു 90 സീറ്റ് അയാൾ ഉണ്ടാക്കി. അയാൾക്കൊരു ഏകദേശം ഒരു പ്രധാനമന്ത്രി ആയി എന്നൊരു വിചാരത്തിലാണ് അയാൾ നടക്കുന്നത്. അയാൾ ബ്രിട്ടീഷുകാരനായിക്കോട്ടെ, അയാൾക്കിപ്പോ ഇത് ഇന്നലെ മിനിഞ്ഞാറ്റോ ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ഒരു പത്രം പ്രസ്താവിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. അയാൾക്ക് 2 മക്കളുണ്ട്. 19 വയസ്സായ ഒരു പയ്യനും 15 വയസ്സായ ഒരു പെൺകുട്ടിയും ഉണ്ടെന്നാ പറയുന്നത്. അയാളെ ഭാര്യ ഉണ്ട്, ഫോറിനറായ ഒരു ഭാര്യ ഉണ്ട്. അതായിക്കോട്ടെ, അതൊക്കെ പിന്നെ അയാൾ പേഴ്സണൽ ആയിട്ടുള്ള സംഗതിയാണ്. അയാൾക്ക് ഉണ്ടാവണം, ഭാര്യ ഉണ്ടാവണം, കുട്ടി ഉണ്ടാവണം, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു പ്രതിപക്ഷ നേതാവാകുമ്പോൾ, ഒരു ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, ഒരുപക്ഷെ നാളെ പ്രധാനമന്ത്രിയുമാകാം ഒന്നൊരാളാണ്. അയാൾ ഇതൊന്നും ജനങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ എന്നെ ഞെട്ടിപ്പോകുന്നില്ല. കോൺഗ്രസ്സുകാരെങ്കിലും അറിയണ്ടേ? അയാളെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരെങ്കിലും അറിയണം അയാൾക്ക് എന്താണ്, അയാൾ ഏതാണ് എന്നൊക്കെ. മറ്റുള്ള പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ അറിയേണ്ട ആവശ്യവുമില്ല എന്ന് പറയാം. എങ്കിലും അയാൾ ജനാധിപത്യത്തിലൂടെ, ഒരു ജനാധിപത്യത്തിന്റെ വ്യവസ്ഥയിലൂടെ ജയിച്ച് MP ആയി വന്ന് പ്രതിപക്ഷ നേതാവായതാണ്. അതെന്തോ ആയിക്കോട്ടെ, 543 90 10 എന്തെങ്കിലും ആയിക്കോട്ടെ, അയാളെ നിയമപ്രകാരം അയാൾക്ക് കിട്ടേണ്ടത് അയാൾ ഇന്ന് പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ അയാൾക്ക് അങ്ങനെ ആരും അറിയാതെ ഒരു ഭാര്യനെ കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അത് വേറെ, അതൊക്കെ പിന്നെ നമുക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇപ്പൊ യൂട്യൂബിലൂടെയൊക്കെ പറഞ്ഞ് ഒരു നേതാവാണ് നമ്മുടെ, എന്റെയും കൂടെ ഒക്കെ ഒരു നേതാവാണല്ലോ. ഞാനിപ്പോ അയാൾ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലോ ഉണ്ടെങ്കിലോ നമ്മളെയൊക്കെ നേതാവാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് അങ്ങനെ വല്ലാണ്ട് പറയാനൊന്നും പറ്റില്ലല്ലോ. ഏഹ് കാരണം അതും നമുക്കൊരു മോശമല്ലേ. ഇത് രാജ്യത്തില്ല എല്ലാവരും ഇതൊക്കെ ചിലപ്പോൾ കണ്ടുപോയാലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ അയാള് അതൊക്കെ എല്ലാവരുടെയും ഒരു ഫ്ലാഷ് ചെയ്യേണ്ടതാണ് ശരിക്കും. അങ്ങനെ ബ്ലിറ്റ്സ് എന്ന്, അല്ലെങ്കിൽ ആ ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ആ പത്രത്തിനെതിരെ അയാള് ഒരു കേസ് കൊടുക്കണം. കാരണം അയാൾ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് ഇന്നലെ അങ്ങനെ ഒരു വാർത്ത വന്നിരിക്കുന്നത്. അയാൾക്ക് ഭാര്യയും 2 കുട്ടികളും ഉണ്ട്.
ശരി ഉണ്ടായിക്കോട്ടെ. ഉണ്ടാകുന്നതിന് നമുക്ക് ഒരു വിരോധമില്ല, തടസ്സമില്ല, ആർക്കൊന്നും പറയാനും പറ്റില്ല. ഒരു ഭാരതീയനും ഒന്നും സന്തോഷമില്ല കാര്യം. അയാളൊരു കുടുംബമൊക്കെ ആയിട്ടൊക്കെ ജീവിച്ചു പോകുന്നതിൽ ആർക്കാപ്പൊ ഒരു പ്രശ്നം? അയാളെ പൈസ, അയാളെ കുടുംബം, അയാളെ കാര്യങ്ങൾ, അയാൾ പോകുന്നു. പക്ഷേ ജനങ്ങളെ വോട്ട് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന ആളാണല്ലോ. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആണ് ഇരിക്കുന്ന ആളായതുകൊണ്ട് പറയണം എന്ന് പറയാം. അങ്ങനെയുള്ള ആള് പിന്നെ എന്ത് ചെയ്താലും നരേന്ദ്രമോദിയും വേണ്ടാത്ത പണിയാണ് ഇന്നലെ ചെയ്തത്. നരേന്ദ്രമോദി അല്ലപ്പോ, അയാളല്ലല്ലോ അവിടെ കസേല ഇടുന്നത്. അവിടെ കസേല ഇട്ടിട്ട് ഇപ്പൊ ഒരു കല്യാണ വീട്ടിൽ വന്നാൽ കാരണവന്മാരെല്ലാ സംഗതിക്കും എത്തുന്ന മാതിരി നരേന്ദ്രമോദിക്ക് ഇപ്പൊ ഓരോ സ്ഥലത്ത് പോയിട്ട് ആൾക്കാരെ എവിടെയാ ഇരുത്തുന്നത്, എങ്ങനെയാണ് അതിന്റെ പ്രോട്ടോകോള്, എങ്ങനെയാണ് ആൾക്കാർ ഇരുത്തുന്നത്? അത് പ്രതിപക്ഷ നേതാവിന് അങ്ങനെ വലിയ പ്രോട്ടോകോൾ ഒന്നുമില്ല. മുന്നിലെ കസേരയിൽ കൊണ്ടുപോയി ഇരുത്തിക്കൊള്ളണമെന്നൊന്നുമില്ല. അയാള് പിന്നെ നരേന്ദ്രമോദി എന്തെങ്കിലും കുറ്റം പറഞ്ഞു, അയാളെ പ്രസ്ഥാനവും പറഞ്ഞു. വേണുഗോപാലൊക്കെ എന്തെങ്കിലും ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ നേതാവിനെ, സംഗതി എന്താ വെച്ചാല് അയാൾ ഇന്നലെ ഈ പെരേഡ് കാണാൻ വന്നതാണ്. ആ ജുബ്ബൊക്കെ ഇട്ട് നല്ല സുമുഖനായിട്ട് അടിമീശയൊക്കെ പഠിച്ച് നല്ല സുന്ദരനായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് വേണ്ടാത്ത പണി സർക്കാരിന് ഒരു പത്രത്തിലൊരു ന്യൂസ് ഉണ്ടാവാൻ വേണ്ടി ചെയ്ത മാതിരിയല്ലത്. അയാളെ പുറകില് ഒരു 4-5 വരിക്ക് അപ്പുറം ബാക്കിൽ കൊണ്ടുപോയിട്ട് അയാളെ ഇരുത്തിന്. എന്തിന്റെ ആവശ്യം? അയാൾ മുന്നിൽ ഒരു കസേര ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ട് അത് കണ്ടിട്ട് അയാൾ പൊയ്ക്കോളൂ. അതിലൊക്കെ ഒന്നും വരാനില്ല. ഒന്നാമത് ചെറിയ കുട്ടികളെ മാതിരി ഇങ്ങനെ എനയാണ്. എന്ത് സംഗതിക്കും അയാൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് അയാൾക്കൊരു ഹോബിയാണ്. നരേന്ദ്രമോദി എനിക്ക് സീറ്റ് തന്നില്ല, എന്നെ ചീപ്പായിട്ടാക്കി, എന്നെ വയ്യ കൊണ്ടേയിരുത്തി, എന്നെ ബാക്ക് കൊണ്ടേയിരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നം. അയാൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോക്കിക്കാരെ കൂടി അയാൾ ഇരുന്നത്. ആ ഹോക്കിക്കാരെ കൂടി ഇരുന്നതിനെ കൊണ്ട് എന്തായെന്നറിയോ? ഇല്ല, ക്യാമറ എടുക്കുന്ന എല്ലാ പത്രത്തിന്റെ ക്യാമറകളും വന്ന് അവിടെ ഈ ഹോക്കി ടീമിനെയൊക്കെ എടുക്കുന്നുണ്ട്. ആ എടുക്കുന്ന കൂട്ടത്തില് ഇയാള് ഒരു 55 പ്രാവശ്യം കാണിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ മുൻനിരയിൽ ഇരിക്കുകയാണെങ്കിൽ ആ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ മുന്നിൽ ഇങ്ങനെ കണ്ടങ്ങോട്ട് പോകും. ബാക്കിയെല്ലാ ഇതിന്റെ ക്യാമറയല്ല, അവിടെ അനുവദിച്ച ക്യാമറകൾ എല്ലാത്തിലും കാണിക്കുന്നുണ്ടായിരുന്നു. ഇയാളെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇയാള് പറയുന്നത് അത് ഇയാളെ അവഹേളിച്ചതാണ്, ഇയാളെ പുറകിൽ കൊണ്ടുപോയി ഇരുത്തിയെന്ന്. ശരിക്കും എനിക്ക് അങ്ങനെ അവഹേളിച്ചതായിട്ട് തോന്നിയില്ല. പക്ഷെ ഇയാള് ബാക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, ഹോക്കി ടീമിന്റെ കൂടെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ 549-ല് 43-ല് 99 കിട്ടിയിട്ടില്ലോ. അതൊരു 30 പാർട്ടിക്കാരെ വോട്ടെല്ലാം കൂടി കിട്ടിയിട്ടാണ് ഈ 543-ല് 99 കിട്ടുന്നത്. അതിന്റെയൊക്കെ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞു വന്നിരിക്കുന്ന ആൾക്ക് ഇത്രയ്ക്കൊരു ബഹുമാനം കൊടുക്കാന്നില്ലേ? അതൊക്കെ കൊടുത്തിട്ടുമുണ്ട്. അയാളെ ഗംഭീരമായിട്ട് 2 പോലീസുകാരൊക്കെ അപ്പുറം ഇപ്പുറം നിർത്തിക്കൊണ്ട് ആ ചുവപ്പ് പരവതാനിയിലൂടെ അങ്ങനെ രാജകീയമായിട്ട് അയാൾക്കൊരു ചാൻസ്, അയാളെ സ്വപ്നത്തിൽ ഒരു സ്വപ്നമാണ് അയാളെ. പ്രധാനമന്ത്രിയായിട്ട് വരണം എന്നായിരുന്നു ആഗ്രഹം. അതേതായാലും നടന്നില്ല. പ്രധാനമന്ത്രിയായിട്ട് അയാൾക്ക് ഏതായാലും വരാൻ പറ്റിയിട്ടില്ല. അയാൾക്ക് ഇങ്ങനെ വരാൻ പറ്റി. ഒരു പ്രതിപക്ഷ നേതാവ് ഒരു ക്ലൂസിൽ 99-ന്റെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഗംഭീരമായി നടന്നിങ്ങനെ വന്നു. അങ്ങനെ അയാൾക്ക് അവിടെ ഇരിക്കാനില്ല ഇരിപ്പിടം നോക്കിയപ്പോൾ ഒളിമ്പിക്സ് പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ട് മുന്നത്തെ സീറ്റിലൊക്കെ ആയി. ഇവർക്ക് വേണ്ടി ഇരിക്കാനില്ല മുന്നത്തെ സ്ഥലമായിരുന്നു. ആ സ്ഥലത്തിനൊരു ഈ ഒളിമ്പിക്സ് ആൾക്കാരൊക്കെ വന്നിങ്ങനെ ഇരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ 4-ാമത്തെ റോയില് ഒരു മൂലയിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കയറി ഇയാളി പുകിലായില്ലേ. പിറ്റേ ദിവസം രാവിലെ മുതൽ പുകില് തുടങ്ങിയില്ലേ. ഇന്ന ബാക്കിലിരുത്തി. ചെറിയ കുട്ടികളെ മാതിരിയാണ്. പാർലമെന്റിൽ പോയാൽ അവിടെ ഒച്ചയും വിളി. പാർലമെന്റിന്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിന്റെ വയ്യാരം പോകും. അല്ലെങ്കിൽ അമിത്ഷാ, അല്ലെങ്കിൽ പറയാണ്ട് രണ്ടാൾക്കാരെ പേര്, അംബാനി അദാനി. ഒന്നിക്കൽ അത് വിളിച്ചു പറയണം, അല്ലെങ്കിൽ നരേന്ദ്രമോദിന് എന്തെങ്കിലും പറയണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജാതി സെൻസസ്, റെയിൽവേ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു എന്നാ ഈ പറയുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു കാമ്പുണ്ടാവണ്ടേ? എനിക്കും എന്താ പറയാനുള്ള പ്രതിപക്ഷ നേതാവിനോട്, നിങ്ങൾ വളരെ സുഖമായിട്ട് ജയിച്ച് ഒരു പ്രധാനമന്ത്രിയൊക്കെ ആവും. അതിനുവേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇത് നിർത്തണം. ഇത് ഈ നരേന്ദ്രമോദിന്റെ വയ്യാരം
ഇങ്ങനെ പാലും പിടിച്ച് പോകുന്നുണ്ടല്ലോ, ആ പരിപാടിയൊക്കെ നിർത്തണം. ഇപ്പൊ ഇന്നലെ ആ ഒരു സ്ഥലത്ത് ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല എന്നിട്ട് അതിനും നരേന്ദ്രമോദിയുടെ തലയിലേക്ക് പാഞ്ഞു കയറിയില്ല. നിങ്ങളെ നേതാവ് ഖർഗെ, മറ്റേ ഇയാള് കെ.സി. വേണുഗോപാല്, അയാളാണ് നിങ്ങളെ എല്ലാ കുത്തിത്തിരിപ്പാക്കുന്നതെന്നാണ് എന്റെ അഭിപ്രായം. രാഹുൽ ഭായിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ കേരളക്കാരനായ ആ വേണുഗോപാലും പിന്നെ വേറെ ഒരാളുണ്ടല്ലോ, എന്താണ്, കൊടിക്കുന്നിൽ സുരേഷും. ഇവര് രണ്ടാളും കൂടി അപ്പുറവും ഇപ്പുറവും ഇരുന്നിട്ട് കുത്തിത്തിരിപ്പാക്കിയിട്ട് മനുഷ്യനെ ഇല്ലാണ്ടാക്കുകയാണ്. നിങ്ങളൊന്നില്ലെങ്കിൽ ഈ കർണാടകയിൽ ഡി.കെ. ശിവകുമാർ ഉണ്ട്, അയാൾ ഏറ്റവും കൂട്ടി നടക്കുക. അയാൾ നിങ്ങൾക്ക് എല്ലാ ഐഡിയയും പറഞ്ഞു തരും. ആ, എനിക്ക് ഇയാളോട് പറയാനില്ല ഒരു സംഗതി അതാണ്, ആ ഡി.കെ. ശിവകുമാറിനേറ്റം കാണിച്ചു തന്നിട്ട് കൂടെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴോ പ്രധാനമന്ത്രി ഉണ്ടാവും. നിങ്ങൾ ഈ വേണ്ടാത്ത ആൾക്കാരൊക്കെ കൊണ്ടു നടക്കും. അയാൾക്കൊക്കെ ഇവിടെ ഇപ്പൊ ഭരണം പിടിച്ചത് അയാൾ അതിനെ കൊണ്ടാ. അല്ലെങ്കിൽ ബി.ജെ.പിന്റെ അടുത്ത് ഭരണമൊന്നും പിടിക്കാൻ വേണ്ടി ബി.ജെ.പിക്കാരെ ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങളും കൊണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളുടെ ഒക്കെ പഠിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടായത് ഡി.കെ. ശിവകുമാറിന്റെ ഒറ്റ ബുദ്ധിയാണ്. അപ്പൊ അങ്ങനെ ബുദ്ധിയില്ല ആൾക്കാരുണ്ട്, അയാളെ കൂടെ കൊണ്ടു നടക്കുക. അയാളൊക്കെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ രാഷ്ട്രീയക്കാരുടെ അതൊക്കെ സാധാരണയാണ്. അതിനെയൊക്കെ മറന്നുകൊണ്ട് അയാളെ കൊണ്ടു നടക്കുക. അയാൾക്ക് കൊടുക്കേണ്ട സ്ഥാനങ്ങളൊക്കെ കൊടുത്തിട്ട് അയാളെ അഖിലേന്ത്യാ ഒരു നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളെ കൂടെ കൊണ്ടു നടക്കുക. അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ യാതൊരു സംശയവും ഇല്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവും. ഈ രാഹുൽ ഗാന്ധി, എനിക്ക് ഇയാളൊക്കെ പേര് ഇഷ്ടമായിട്ടൊന്നുമല്ല, പക്ഷെ സംഗതി പാവം ഇങ്ങനെ നടക്കല്ലേ, പ്രധാനമന്ത്രി ആവണം എന്നിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് നടക്കല്ലേ, ഒന്നിട്ടാവുന്നില്ല. ഇന്നലെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഇങ്ങനെ വന്നപ്പോ അവിടെ കിട്ടേണ്ട സ്ഥലത്ത് കസേലിയില്ല. ഏതായാലും പ്രിയപ്പെട്ട രാഹുൽജി, നിങ്ങൾ ഇനിയും വളരെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടമൊക്കെ അതിക്രമിച്ച് എവിടെയോ എത്തിയിട്ട്. അപ്പൊ നിങ്ങളെ പേരിൽ ഇപ്പൊ എന്തൊക്കെയാ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ മക്കളെ പേരിൽ എന്ത് വിൻസിയാണ്, എന്തോ വിൻസി എന്നിട്ട് ഒരു പെണ്ണു ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ പ്രശ്നങ്ങൾ. ഇതൊക്കെ നരേന്ദ്രമോദി ഇയാളെ ഒന്നും ചെയ്യൂലട്ടോ, അങ്ങനെ ഒരു ഗുണണ്ടേ, ഇയാളെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നൊന്നുമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അറിയെങ്കിലും നരേന്ദ്രമോദി ഒരു കാരണവന്മാരി ഇങ്ങനെ കൊണ്ടെടുക്കുകയാണ്. അതെന്തിനാ കൊണ്ടെടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇന്ന് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലൊക്കെ വരും. നമ്മളെ സമൂഹ മാധ്യമങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഇതിലൊക്കെ ഇങ്ങനെ വരും. ഇത് ഫേസ്ബുക്കിലും അതിലൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാ യൂട്യൂബ് ചാനലുകളിലും ഉണ്ടാവും. ഇതിലൊക്കെ ഉണ്ടായാലും അയാളൊന്നും ചെയ്യുന്നില്ല. പുള്ളി ഇങ്ങനെ ഒരു കാരണവന്മാരി ഒരു പാവ ഒരു ചെക്കൻ പോട്ടെ, ഒരു മോൻ നിറഞ്ഞ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അയാൾ 24 മണിക്കൂർ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വെറുപ്പിച്ചിട്ട് വയ്യാലടക്കുകയും ചെയ്യും. അപ്പൊ അതൊക്കെ ഒന്ന് നിർത്തി ഈ സീറ്റ് കിട്ടാത്തൊക്കെ വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ, വിളിച്ചു പറഞ്ഞ് നാറ്റിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതവിടെ സീറ്റ് കിട്ടിയെന്നില്ല നിലയില് വളരെ ഗൗരവത്തോടു കൂടി ഗാംഭീര്യത്തോടു കൂടി അവിടെ ഇരുന്നിട്ട് ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കയറിയിട്ട് പ്രധാനമന്ത്രിക്ക് ഒരു ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുക്കാൻ പറ്റുകയാണ് ഷെയ്ക്കാൻ്റെ കൊടുത്ത് ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പൊ ജനങ്ങളൊക്കെ കണ്ട് അങ്ങനെയൊക്കെയല്ല ഇതൊക്കെ മുന്നോട്ട് പോവുക. നിങ്ങൾ ഈ കെ.സി. വേണുഗോപാൽ ഒലക്കെ അയാൾ എന്തോ പറഞ്ഞിരുന്നത് കേട്ടിട്ട് ഇങ്ങനെ നടന്നിട്ട് നിങ്ങളെ ഭാവികൾ ഇല്ലാണ്ടാക്കരുതെന്ന് എനിക്ക് പറയാനില്ല. നിങ്ങൾ പ്രധാനമന്ത്രി ആണെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല, എനിക്കൊരു കാര്യമില്ല, നിങ്ങളായാലും നാടിനും ഒരു കാര്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളൊരു ആഗ്രഹം ഉണ്ടല്ലോ, ജീവിതത്തിൽ ഓരോരുത്തർക്കും ഒരു അഭിലാഷം ഉണ്ടാകുമല്ലോ, അതൊക്കെ നടക്കട്ടെ. ഏതായാലും നരേന്ദ്രമോദിനെ തോൽപ്പിച്ചിട്ടൊന്നും ജീവിതത്തിൽ നിങ്ങളെ കൊണ്ട് ഒന്നും ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗണകളാ സംഗതികൾക്കൊക്കെ വെറുതെ വർത്താനം പറഞ്ഞ് നിങ്ങളല്ലാതാകരുത്. ഇരിക്കാൻ എവിടെയോ കിട്ടിക്കോട്ടെ, ഇരുന്നേരത്ത് ഗംഭീരമായിട്ട് നിങ്ങളെ അമ്മയും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും, മുന്നത്തെ സീറ്റിൽ ഇരുന്നിട്ടും ഉണ്ടാവും. അപ്പൊ ഒരു പ്രസ്ഥാനത്തിന് ചിലപ്പോൾ ഒരു സീറ്റൊക്കെ ആയിരിക്കും മുന്നിൽ കിട്ടുക, എല്ലാവർക്കും നമ്പറായിട്ട് കിട്ടുമൊന്നുമില്ല. അപ്പൊ അങ്ങനെ കിട്ടിയതും ആയിരിക്കാം. അപ്പൊ കിട്ടിയതിന്റെ കാരണങ്ങളൊക്കെ ഇനിയിപ്പോ പുറകെ വരികയായിരിക്കും. നിങ്ങൾ ഇതേ സംഗതി നേരെ ചെല്ലുമല്ലോ, നാളെ മറ്റന്നാളെ പാർലമെന്റിൽ കയറിയിട്ട് ഒച്ചയും ബഹളമായിരിക്കുമല്ലോ ഇതിനെപ്പറ്റി ചോദിച്ചിട്ട്, എനിക്ക് സീറ്റ് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്ന മാതിരി കരയല്ലോ. അപ്പൊ ആ കരച്ചിലൊക്കെ ഇനി കേൾക്കേണ്ടി അപ്പൊ അതിനുള്ള മറുപടിയൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്തായിരിക്കും ചിലപ്പോ ഇതിന്റെയൊക്കെ സംഗതി എന്താണ്, കുട്ടൻസ് എന്താന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും രാഹുൽജി, നിങ്ങള് സംയമനം പാലിച്ചുകൊണ്ട് ഒരു നല്ല പ്രതിപക്ഷ നേതാവാകാൻ നോക്കണം. ഞാൻ പറഞ്ഞ മാതിരി കഴിയെങ്കിൽ ഡി.കെ. ശിവകുമാറിനെ കൂട്ടിക്കൊണ്ട് നടക്കി.
അല്ലാണ്ട് വെറുതെ കണ്ട ഗാർഗിയും ഗീർഗി ഗോപാലകൃഷ്ണനും മറ്റേ വേണുഗോപാലിനെ കൂട്ടി നടന്നിട്ട് സമയം കളയരുത്. ഇത്രയൊക്കെ നിങ്ങളോടൊന്ന് പറയാനുള്ളൂ. സ്വാതന്ത്ര്യദിനം ഏതായാലും ഗംഭീരമായിട്ട് നടന്നു. ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പുകളെ വക ഉണ്ടായല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. അപ്പൊ അതിങ്ങനെ ജനങ്ങളോട് ഒക്കെ ഒന്ന് സംസാരിക്കുമോ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഒന്ന് ചെയ്തത്. ഏതായാലും ഇത് കണ്ട് എല്ലാവരും ഒരു ലൈക്കൊക്കെ അടിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.